ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു വട. അപ്പോൾ ഇനി പഴംപൊരി ഉണ്ടാക്കുന്നവരൊക്കെ പഴംപൊരിയോടൊക്കെ ബൈ പറഞ്ഞോളൂ. എന്നിട്ട് ഈ ഒരു നേന്ത്രപ്പഴം വട ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ റെസിപ്പി ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം. 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പുഴുങ്ങിയതാണ് കേട്ടോ. പുഴുങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു വട ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. പുഴുങ്ങിയത് തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലെ ബ്ലാക്ക് തരിതരിയില്ലേ, അതൊക്കെ കളയുക. ഞാൻ ഇതൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. ഒരു കത്തിയെടുത്ത് അത് നെടുകെ പിളർന്നിട്ട് കത്തിയോടെ തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം കൂടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫോർക്ക് വെച്ച് ഉടച്ചെടുക്കാം. ഈ ഇലയിൽ വെച്ച് തന്നെയാണ് ഞാൻ ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രമൊക്കെ എടുക്കാം. എന്നിട്ട് നല്ല പോലെ കട്ടയില്ലാണ്ട് ഉടച്ചെടുക്കുക. തവി വെച്ച് ഉടച്ചെടുക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഫോർക്ക് വെച്ച് ചെയ്യാൻ പറ്റും. മുഴുവനായിട്ടും നല്ലപോലെ തന്നെ ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാനുണ്ട്. ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പിലും കുറച്ചധികമായിട്ട് തേങ്ങ, ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1/3 കപ്പാണ് ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തത്. 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര നിങ്ങൾ പൊടിച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയത്, അധികം വെള്ളം ചേർക്കാണ്ട് ശർക്കര ഒന്ന് പൊടിച്ചിട്ടോ അങ്ങനെയോ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് എന്താണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ താല്പര്യം അത് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ മൂന്നും ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നല്ല പോലെ തന്നെ ഇതിൽ പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 2 നുള്ള് ബേക്കിംഗ് സോഡയാണ്. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണ്. അത് രണ്ടും കൂടിയിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിങ്ങും കൂടി കഴിഞ്ഞ് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത്, അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ചായിട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഏകദേശം 1/4 കപ്പ് മാത്രമേ എനിക്ക് ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. അത് നിങ്ങളുടെ പഴത്തിൻ്റെ ആ ഒരു പഴുപ്പിനനുസരിച്ചിട്ടാണ് ഗോതമ്പ് പൊടിയുടെ അളവൊക്കെ വേണ്ടി വരില്ല. ഞാനിവിടെ ശർക്കര ചേർത്തില്ലല്ലോ. ശർക്കര ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി പൊടിയുടെ അളവ് കൂടുതലായിട്ട് ചേർക്കേണ്ടത്. ഈ ഒരു നമുക്ക് ബോളാക്കിയൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ഗോതമ്പ് പൊടി ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക. വേറെ വെള്ളമൊന്നും നമ്മൾ ആഡാക്കുന്നില്ല. ഈ ഒരു പഴത്തിൻ്റെ നനവിൽ മാത്രമാണിത് കുഴച്ചെടുക്കുന്നത്. ശർക്കര ചേർക്കുന്ന ആൾക്ക് അതിൻ്റെതായ ആ ഒരു വെള്ളം കൂടി ഉണ്ടാവും. ശർക്കര ചേർക്കുമ്പോൾ പാനിയാക്കുന്നതിലും നല്ലത് അത് പൊടിച്ച് ചേർക്കുകയാണ്. വെള്ളം ഒഴിച്ച് നമ്മൾ ഉരുക്കി ചേർക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പൊടി വേണ്ടി വരും, ഇത് ഒന്ന് മുറുക്കി കിട്ടാനായിട്ട്. ഇനി ആവശ്യത്തിന് ഒരു ബോൾ എടുക്കുക. നല്ല പോലെ തന്നെ ഷേപ്പാക്കി എടുക്കുക. കയ്യിൽ ഓയിൽ തടവുക. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വടയുടെ ഷേപ്പാക്കി എടുക്കാൻ പറ്റൂ. എന്നിട്ടിതാ റൗണ്ട് ആക്കിയിട്ട് നടുക്ക് ഒരു വിരൽ വെച്ച് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി.
ഞാൻ ഒരു രീതിയിൽ എല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച എണ്ണയിലിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നവരെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇതെടുക്കാം. വലിയ പാത്രം ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചുകൊണ്ട് തന്നെ മുഴുവനായിട്ട് എനിക്കതിലിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. 2 നേന്ത്രപ്പഴം വെച്ച് 8 വടയാണ് ഉണ്ടാക്കാൻ പറ്റുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം ഓൾറെഡി വെന്തതാണ്. പിന്നെ നമുക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ഗോതമ്പൊടി മാത്രമാണൊന്ന് വേവായി കിട്ടേണ്ടത്. അത് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ ഇതാ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അത് തിരിച്ചിട്ട് കൊടുത്ത് 2 ഭാഗവും നല്ല അടിപൊളി കളറാകുന്നവരെ തന്നെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം കോരിയെടുക്കുക. ഓയിലൊന്നും കുടിക്കില്ല. അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇന്ന് ഈവനിങ്ങിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.